ശർക്കരയും ചന്ദനവും. മധ്യ തിരുവിതാംകൂർ ശർക്കരയ്ക്ക് ശേഷം ഭൗമസൂചിക പദവി നേടിയ കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ശർക്കര ഇനമാണ് മറയൂർ ശർക്കര. മധ്യ തിരുവിതാംകൂർ ശർക്കരയ്ക്ക് ശേഷം ഭൗമസൂചിക പദവി നേടിയ കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ശർക്കര ഇനമാണ് മറയൂർ ശർക്കര. 2019 ഭൗമസൂചിക പദവി നേടിയ ഈ ഉത്പന്നം ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ മറയൂരിലാണ് നിർമ്മിക്കുന്നത്. 2019 ഭൗമസൂചിക പദവി നേടിയ ഈ ഉത്പന്നം ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ മറയൂരിലാണ് നിർമ്മിക്കുന്നത്. കേരളത്തിൽ ചന്ദന ഡിസ്റ്റിലറിയുള്ള ഏക സ്ഥലം മറയൂരാണ്. കേരളത്തിൽ ചന്ദന ഡിസ്റ്റിലറിയുള്ള ഏക സ്ഥലം മറയൂരാണ്. കോലാപ്പൂർ ശർക്കര, മുസാഫർ നഗർ ശർക്കര, ഗജപതി ശർക്കര എന്നിവയാണ് GI ടാഗ് ലഭിച്ച മറ്റ് ശർക്കരകൾ. കോലാപ്പൂർ ശർക്കര, മുസാഫർ നഗർ ശർക്കര, ഗജപതി ശർക്കര എന്നിവയാണ് GI ടാഗ് ലഭിച്ച മറ്റ് ശർക്കരകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷിയുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷിയുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൻ്റെ മൈസൂർ എന്നറിയപ്പെടുന്ന മറയൂർ ആണ് ചന്ദനമരങ്ങൾ സ്വാഭാവികമായി വളരുന്ന കേരളത്തിലെ ഏക സ്ഥലം. കേരളത്തിൻ്റെ മൈസൂർ എന്നറിയപ്പെടുന്ന മറയൂർ ആണ് ചന്ദനമരങ്ങൾ സ്വാഭാവികമായി വളരുന്ന കേരളത്തിലെ ഏക സ്ഥലം. പ്രശസ്തമായ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത് മറയൂരിലാണ്. മഹാശിലായുഗകാലത്തെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നതിൻ്റെ ശേഷിപ്പുകളാണ് മുനിയറകൾ. പ്രശസ്തമായ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത് മറയൂരിലാണ്. മഹാശിലായുഗകാലത്തെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നതിൻ്റെ ശേഷിപ്പുകളാണ് മുനിയറകൾ. കരിമ്പിൻ്റെ ജന്മനാട് ഇന്ത്യയാണ്. കരിമ്പിൻ്റെ ജന്മനാട് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നതാണ് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്.